1 യോഹന്നാൻ 5 അധ്യായത്തിൽ യേശു ക്രിസ്തുവാണെന്ന് വിശ്വസിക്കുന്ന ഏതൊരാളും ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണെന്ന് അപ്പോസ്തലനായ യോഹന്നാൻ പഠിപ്പിക്കുന്നു. ദൈവത്തോടുള്ള യഥാർത്ഥ സ്നേഹം എന്നാൽ മറ്റുള്ളവരെ സ്നേഹിക്കുകയും അവന്റെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്യുക എന്നതാണ്. ദൈവത്തിൽ നിന്ന് ജനിച്ചവർ വിശ്വാസത്താൽ ലോകത്തെ ജയിക്കുന്നതിനാൽ അവന്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. യേശുവിലുള്ള വിശ്വാസം ലോകത്തെ ജയിക്കുന്ന വിജയമാണ്. ജലത്താലും രക്തത്താലും വന്നവൻ ഇവൻ ആകുന്നു, യേശുക്രിസ്തു തന്നെ. ജലത്താൽ മാത്രമല്ല, ജലത്താലും രക്തത്താലും തന്നെ. നാം മനുഷ്യരുടെ സാക്ഷ്യം കൈക്കൊള്ളുന്നു എങ്കിൽ ദൈവത്തിന്റെ സാക്ഷ്യം അതിലും വലുതാകുന്നു. ദൈവത്തിന്റെ സാക്ഷ്യമേയ അവൻ തന്റെ പുത്രനെക്കുറിച്ചു സാക്ഷീകരിച്ചിരിക്കുന്നത് തന്നെ. ദൈവത്തെ വിശ്വസിക്കാത്തവൻ ദൈവം തന്റെ പുത്രനെക്കുറിച്ചു പറഞ്ഞ സാക്ഷ്യം വിശ്വസിക്കായ്കയാൽ അവനെ അസത്യവാദിയാക്കുന്നു. ദൈവം നമുക്ക് നിത്യജീവൻ നൽകിയിട്ടുണ്ടെന്നും ഈ ജീവൻ അവന്റെ പുത്രനിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂവെന്നും യോഹന്നാൻ ഊന്നിപ്പറയുന്നു. നമുക്ക് യേശു ഉണ്ടെങ്കിൽ നമുക്ക് ജീവൻ ഉണ്ട്. നമുക്ക് അവനെ ഇല്ലെങ്കിൽ നമുക്ക് ജീവൻ ഇല്ല. വിശ്വാസികൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് ഉറപ്പാക്കാൻ യോഹന്നാൻ ഇതെല്ലാം എഴുതുന്നു. ദൈവഹിതമനുസരിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ അവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും ഉത്തരം നൽകുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറയുന്നു. പാപവുമായി മല്ലിടുന്ന മറ്റുള്ളവർക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്നും നാം അറിയുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെ താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. നാം ദൈവത്തിൽ നിന്നുള്ളവർ എന്നു നാം അറിയുന്നു. സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ അവന്റെ പുത്രനായ യേശുക്രിസ്തുവിൽ തന്നെ ആകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനും ആകുന്നു. വിഗ്രഹങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാനും സത്യദൈവവും നിത്യജീവനുമായ യേശുക്രിസ്തുവിന്റെ സത്യത്തിൽ നിലനിൽക്കാനും അദ്ദേഹം നമ്മോട് പറയുന്നു.